ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പം രാവിലെ 7:30 ആയി. ഇന്ന് ലേറ്റായി എണീക്കാൻ. 7 o'clock നോർമലി എണീക്കാറ്. കാരണം എറിക്കിന് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അവനെ റെഡിയാക്കണം, പിന്നെ ഞാനും റെഡിയാകണം. അത് കഴിഞ്ഞ് വേണം നമുക്ക് പോകാൻ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഡിഷ് വാഷറൊക്കെ എംപ്റ്റി ചെയ്ത് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം. പിന്നെ എറിക്കിന് സ്കൂളിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ഫ്രൂട്ട് ബോക്സും ഒരു ലഞ്ച് ബോക്സുമാണ്. അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കണം. ഇന്ന് ഫ്രൂട്ടിനായി അവന് കൊടുത്തു വിടുന്ന പെയറാണ്. പെയർ സ്മോൾ പീസസിൽ കട്ട് ചെയ്ത് ഒരു ബോക്സിൽ കൊടുത്തു വിടും. പിന്നെ ലഞ്ചിനായിട്ട് ഇവിടുത്തെ പിള്ളേർ കൊണ്ടുവന്നത് മോസ്റ്റ്ലി സാൻഡ്വിച്ചസ് ആയിരിക്കും. അപ്പം എല്ലാ ദിവസവും അവന് ഡിഫറെൻറ്റ് ടൈപ്പ് സാൻഡ്വിച്ചസ് ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് നമ്മൾ കൊണ്ടുവന്ന സാൻഡ്വിച്ചാണ് ചീസും കിപ്പ് ഗ്രിൽ വേഴ്സ്റ്റും ചിക്കൻ സോസേജാണത്. അത് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഡ്രിങ്കും നമ്മൾ കൊടുത്തു വിടും. നോർമലി ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് അല്ലെങ്കിൽ യോഗർട്ട് ഡ്രിങ്ക് അങ്ങനത്തെയൊക്കെ ഡ്രിങ്ക്സാണ്. അത് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആണ്, ഒരു ഫുൾ സെറ്റായിട്ട്. അപ്പം നമുക്ക് ഹോൾ വീക്ക് കൊടുക്കാൻ വൺ ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നെതർലൻഡ്സിലൊരു ഹെൽത്തി ഫുഡ് പോളിസി ഉണ്ട് സ്കൂളിൽ. അപ്പം നമുക്ക് ഫ്രൈഡ് ഫുഡോ ചോക്ലേറ്റ്സോ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. അത് കൊടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് അവർ ഒരു ഹെൽത്തി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകാറ്. അപ്പം എറിക്കിനും നെതനും ഞാനിവിടെ ഓട്സ് ഉണ്ടാക്കുവാണ്. ഓട്സ് നമുക്ക് ഈസിലി മൈക്രോവേവിൽ ഉണ്ടാക്കിയെടുക്കാം. ബോളിലേക്ക് ആ ഓട്സിൻ്റെ നമ്മൾ സാഷേ പോലെ കിട്ടുന്ന ഓട്സാണ് മേടിക്കുന്നത്. അത് ഇട്ടിട്ട് പാല് വിട്ടിട്ട് ഒരു 1.5 minutes മൈക്രോവേവ് ചെയ്താൽ മതി. പിന്നെ അത് റെഡിയാകും. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം അത് തന്നെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ ഇപ്പം ഞാൻ 2 ബോളും ടുഗെദർ വെക്കുന്നതുകൊണ്ട് ഒരു 2 minutes വരെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ കൂടെ തന്നെ നമ്മുടെ ചായയും കൂടെ റെഡിയാക്കുവാണ്. രാവിലെ എനിക്ക് മസ്റ്റാണ് ഒരു ചായ കുടിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എറിക്കിനും ഒരു ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ചോക്ലേറ്റ് മിൽക്കും കൂടെ കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഫുള്ളാകും. പിന്നെ അവർക്ക് സ്കൂളിൽ പോയി 10 o'clock ഫ്രൂട്ട്സ് കൊടുക്കുന്നത് അവർ. പിന്നെ 12 o'clock ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. ഈ ചായ കൂടി നിർത്തണം എന്ന് പലതവണ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു സക്സസ് ആയിട്ടില്ല. കാരണം അത് നിർത്തുമ്പോൾ പിന്നെ ഒരു തലവേദനയും കാര്യങ്ങളും തുടങ്ങും. അതുകൊണ്ടും എൻ്റെ ചായ കൂടി കണ്ടിന്യൂസ്. ഇനി സാൻഡ്വിച്ചൊക്കെ റെഡിയാക്കി കൊടുക്കാം. ഈ ക്ലിപ്പ് കാണുമ്പം എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന എറിക്കിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളായിരുന്നു. ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ 1 day ബിഫോർ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം എന്ത് കൊടുത്തു വിടണം എന്നറിയില്ല. ലഞ്ച് ബോക്സിലും പിന്നെ ഈ ഫ്രൂട്ട് ബോക്സ് സെപ്പറേറ്റ് കൊടുത്തു വിടണോ അത് കൊടുത്തു വിടണോ എന്നൊന്നും ക്ലിയർ അല്ലായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ അത്രയും ടെൻഷനിലായിരുന്നു പോയത്. അങ്ങനെ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് ഫൈനലി ഫസ്റ്റ് ഡേ കടന്നുപോയി. ഇവിടെ പിള്ളേർക്ക് 5 years തൊട്ടാണ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഉള്ളത്. പക്ഷേ 4 years ആകുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദ പിള്ളേർ ജോയിൻ ചെയ്യും. ഇവിടെ എറിക്ക് പോകാൻ തുടങ്ങിയത് 2 years ആയപ്പോൾ തൊട്ട് പ്രീ സ്കൂൾ ജോയിൻ ചെയ്തായിരുന്നു. ഇവിടുത്തെ ലാംഗ്വേജും പിന്നെ ഇവിടുത്തെ കൾച്ചറിലേക്ക് ഒന്നും ബ്ലെൻഡിൻ ആകാൻ അതൊത്തിരി ഹെൽപ്പ് ചെയ്തത്. പിന്നെ പ്രൈമറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവന് ആ ട്രാൻസിഷൻ കുറച്ചുകൂടെ ഈസിയർ ആയിരുന്നു. അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയതിന് ലാംഗ്വേജ് ബാരിയർ ഉള്ളത് കൊണ്ട്. പിന്നെ ഇവിടെ 4 years ആയി കഴിയുമ്പോഴത്തേക്കും തന്നെ സ്കൂൾ ജോയിൻ ചെയ്യാം. അവരുടെ ബർത്ത്ഡേൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് അവർക്ക് സ്കൂളിൽ പോയി തുടങ്ങാം. ഏതെങ്കിലും പെർട്ടിക്കുലർ മന്ത് ഇയറിനോ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇവിടെ. അങ്ങനെ 2 years കിൻഡർ ഗാർഡനിൽ പോയി തുടങ്ങിയ ഇപ്പം ഗ്രൂപ്പ് 5 എത്തിയിട്ടുണ്ട്. സാൻഡ്വിച്ച് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ സൈഡ്സായിട്ട് ചെറി ടൊമാറ്റോസോ
ക്യൂക്കമ്പേഴ്സോ അല്ലെങ്കിൽ ക്യാരറ്റ്സൊക്കെ വെച്ച് കൊടുക്കാം. ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ചെറി ടൊമാറ്റോസും ക്രാക്കേഴ്സുമാണ്. അങ്ങനെ ലഞ്ച് ബോക്സും ഫ്രൂട്ട് ബോക്സും ഡ്രിങ്കും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബോട്ടിൽ വെള്ളവും കൂടെ കൊടുത്തു വിടും. ചായ ഇവിടെ തിളച്ച് മറിയാൻ റെഡി ആകുന്നുണ്ട്. അതിന് മുന്നേ നമുക്കത് ഓഫ് ചെയ്ത് എടുത്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ ഓട്സ് ഉണ്ടാക്കി വെച്ചില്ലേ, അതിൻ്റെ ടോപ്പിങ്സിനായിട്ട് കുറച്ച് സ്ട്രോബെറീസും ബ്ലൂബെറീസും ഇട്ട് കൊടുക്കുവാണ്. ഇനി നിത്തിൻ്റെ ലെമൺ ഡ്രിങ്ക് റെഡിയാക്കി കൊടുക്കാം. നോർമലി ഇത് നിതിൻ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇപ്പം ഒരു സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുവാണ്. വാം വാട്ടറിൽ ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഇട്ടിട്ട് ഹണിയും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് വെറും വയറ്റിൽ കുടിക്കുന്ന ഡ്രിങ്കാണിത്. അപ്പം സുഖജീവിതം, ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ്, ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ബെഡ് എന്ന് പറയുന്നത്. എനിക്കും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവൻ തന്നെയൊക്കെ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൻ ഇവിടെ ഇരിക്കുമ്പം ഞാൻ മേലെ പോയി ഞാൻ റെഡി ആകട്ടെ. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ചെറിയ സ്കിൻ കെയർ പരിപാടികൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഓടണം, കാരണം ഓൾമോസ്റ്റ് ടൈമായി എറിക്കിനെ ഡ്രോപ്പ് ചെയ്യാൻ. ക്യാമറ വെക്കാൻ ഒരു കറക്റ്റ് ആംഗിൾ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇരിക്കുന്നത്. അപ്പോൾ സ്കിൻ കെയറിന് ഞാൻ യൂസ് ചെയ്യുന്നത് നൈസിനമൈഡ് സെറമും അത് കഴിഞ്ഞ് വിറ്റമിൻ സി സെറമുമാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബോഡി ഷോപ്പിൻ്റെ വിറ്റമിൻ സി സെറമാണ്. ഈ കോൾ അല്ലെങ്കിൽ കാജൽ പെൻസിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ മേടിച്ചാണ് സൂഡിയോന്ന്. നല്ലൊരു പെൻസിലാണ്. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക് മാക്കിൻ്റെ പൗഡർ കേസ് റേഞ്ചിലുള്ള ഒരു ഷെയ്ഡാണ്, അത് സ്ക്രീനിൽ കാണിക്കാം. ഇത് നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് അല്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. റീ ആപ്ലിക്കേഷന് പ്രശ്നമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. സോ ഞാൻ റെഡിയായി. ഇനി നമുക്ക് എറിക്കിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഇവിടെ ഇപ്പം നല്ല തണുപ്പായിട്ടുണ്ട്. പെട്ടെന്നാണ് വെതർ ചേഞ്ചായി, ഇപ്പം 3 ഡിഗ്രി വരെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെയായ അസുഖങ്ങളും കാര്യങ്ങളും ചുമയും കോൾഡും എല്ലാവർക്കും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എറിക്കിനെ ഡ്രോപ്പ് ചെയ്ത് വന്നു. ഇനി നമുക്ക് കേർട്ടനൊക്കെ തുറന്ന് കുറച്ച് വെളിച്ചം വീട്ടിലേക്ക് കയറ്റാം. ഇപ്പം ഈ സീസൺ ആയതുകൊണ്ട് രാവിലെ കുറേ നേരം വരെ ഇരുട്ടായിരിക്കും. ഇപ്പോഴാണ് കുറച്ച് വെളിച്ചം വരാൻ തുടങ്ങിയത്. എറിക്കിനെ നമ്മൾ സ്കൂളിൽ വിട്ടിട്ട് വന്നു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നിത്തിന് ഫിസിയോതെറപ്പി ഉണ്ട്. അപ്പം 9 o'clock ഫിസിയോതെറപ്പി. ഇപ്പം 8:35 ആയിട്ടുണ്ട്. അപ്പം അതിന് പോകാൻ ടൈമായി. സോ അതിന് പോയിട്ട് വന്നിട്ട് ബാക്കി ഡേ എങ്ങനെ പോകുന്നു നോക്കാം. നീൻ്റെ ACL ടയറിന് കീ ഹോൾ സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 days ആയി. ഇനി ക്രച്ചസ് വെച്ചാണ് ഒരു 6 weeks വരെ നടക്കേണ്ടത്. നിത്തിൻ്റെ ഇപ്പം ഫിസിയോതെറപ്പിക്ക് കൊണ്ടുവന്ന് ഇപ്പം ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യുവാണ്.
ഫിസിയോതെറാപ്പി എന്തിനാണെന്ന് പറഞ്ഞാൽ നിതിൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പം കളിക്കുന്നതിൻ്റെ ഇടയിൽ ലെഗ് ഒന്ന് ബെൻഡായി, ലിഗമെൻറ്റ് ടയർ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു സർജറി ലാസ്റ്റ് വീക്ക് കഴിഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് റെസ്റ്റും ഫിസിയോതെറാപ്പിയൊക്കെ വേണം. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓട്ടം സീസണായി മരങ്ങളൊക്കെ കളർ ചേഞ്ച് ചെയ്ത് നല്ല രസമായിട്ടുണ്ട്. ഈ ഫിസിയോതെറാപ്പി ഇപ്പം 1/2 hour 45 minutes ഒക്കെ കാണും. അപ്പം ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണം. തീരുമ്പം നിതിൻ ഫോൺ വിളിക്കും, എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡോറിൽ പോയി പിക്കപ്പ് ചെയ്യാം. ഇപ്പമാണ് ശരിക്കും നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതിൻ്റെ ഒരു യൂസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഈ സർജറിക്കാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ഫിസിയോതെറാപ്പിക്കാണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. കുറച്ച് ഡച്ച് ഫ്രണ്ട്സ് ഉണ്ട് നിതിൻ, അവർ വിളിച്ചാൽ വരും. പക്ഷേ അത്രയും കംഫർട്ടബിൾ അല്ല നമ്മൾ അവരുടെ ടൈം കളഞ്ഞ് വിളിക്കുന്നത്. അപ്പം ഞാൻ ഡ്രൈവിംഗ് ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. പിന്നെ ഫോർച്ചുനേറ്റ്ലി ഓപ്പറേഷൻ സർജറി ഡേയിൽ നമുക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ. സോ താങ്ക്സ് ടു ദം. അന്നത്തെ ദിവസം കുറച്ച് ഈസിയായി എനിക്ക്. കാരണം ഫസ്റ്റ് ഡേ ആകുമ്പം ആ സർജറി കഴിഞ്ഞ് മൂവ് ചെയ്യാനും കാറിൽ കയറ്റാനും നമുക്ക് ഒത്തിരി ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അവരില്ലായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യും എന്നറിയത്തില്ല. എന്നാലും അവരുള്ളത് കൊണ്ട് ഒത്തിരി ഈസി ആയിരുന്നു ആ ഡേ. നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയമാണ്. ഇവിടെ ഐമൗദൻ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു സ്റ്റേഡിയമാണ്. അവിടെ സ്പോർട്സ് ക്ലബിൻ്റെ ഫിസിയോതെറാപ്പിയാണ് നിതിൻ പോകുന്നത്. അപ്പോൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് കുറച്ച് ഗ്രോസറീസും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്ററിൽ നിന്ന് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഗ്രോസറീസൊക്കെ മേടിച്ചത് ഇനി അതിൻ്റെതായ സ്പേസിൽ നമുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അവിടെ വോളിബോളിൻ്റെ ഷോപ്പും ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് വോളിബോളിനും കൂടെ മേടിച്ച്, ഒക്ടോബർ തൊട്ട് ഇതിൻ്റെ കട സ്റ്റാർട്ടാകുന്നതാണ്. വിൻ്റർ മാസത്തിലൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാം ഇതിൻ്റെ ഷോപ്സ്. ഇനി ഗ്രോസറീസൊക്കെ അതിൻ്റെതായ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ തുടങ്ങണം. ലഞ്ചിന് വേണ്ടി ചിക്കൻ നമ്മൾ മേടിച്ചിട്ടുണ്ട് ദേഗാമാട്ടിന്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചീര തോരനും കൂടെ ഉണ്ടാക്കിയാൽ നമ്മുടെ ലഞ്ച് ഈസ് റെഡി. ഈ ചിക്കൻ ഓൾറെഡി മാരിനേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ നമ്മുടെ കുറച്ചും കൂടെ സ്പൈസസ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. കാരണം അത്രയും ടേസ്റ്റ് ഈ മാരിനേഷനിലില്ല. ഇനി ഇത് കുറച്ച് ടൈം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ. കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചീര എടുക്കാം. ഇത് ഓൾറെഡി വാഷ്ഡ് ആയിട്ടാണ് ഈ കവറിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഇനി അത് ഫുഡ് പ്രോസസ്സറിൽ ഒന്ന് ചെറുതായി അരിഞ്ഞ് നമുക്കെടുക്കാം. ഒരു പാൻ എടുത്ത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക്
കുറച്ച് ഡ്രൈ റെഡ് ചില്ലീസും ആഡ് ചെയ്തിട്ട് അനിയൻസും ആഡ് ചെയ്തെടുക്കാം. അനിയൻസ് നല്ലതായി വഴറ്റി കഴിയുമ്പം നമുക്ക് ഒരു എഗ്ഗും കൂടെ ഇട്ട് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം. അതിന് മുമ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇടണം. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ കുക്ക് ചെയ്ത് എടുക്കാം. മസാലപ്പൊടികൾ കുറച്ച് ടേർമറിക് പൗഡറും ഉപ്പും മാത്രം ചേർക്കുന്നുള്ളൂ. പിന്നെ അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. എറിക്കിനെ സ്കൂളിൽ കൊണ്ടുവന്നു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ എറിക്കിൻ്റെ പരിപാടി ഇതാണ്. എന്താണ് പരിപാടി? Nintendo Switch. എന്നാ കളിക്കുന്ന അതിൽ? Minecraft. ഇതാണ് അവൻ്റെ പരിപാടി. വൈകുന്നേരം 5 o'clock ആകാറേ ആയിട്ടുള്ളൂ. അപ്പം തന്നെ നല്ലപോലെ കുറച്ച് ഇരുട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓട്ടമിന് ചെയ്ത ഡെക്കോറൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇരുട്ടാകുമ്പം കുറച്ച് ലൈറ്റ് ഉള്ളപ്പം കുറച്ച് പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. എത്ര പെട്ടെന്ന് ആ ടൈം പോകുന്നത് അറിയുന്നില്ല. അപ്പം തന്നേക്കും ചായ ഉണ്ടാക്കുന്ന സമയമായി. എല്ലാവർക്കും കപ്പും കോൾഡും ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചുക്ക് കാപ്പി ഉണ്ടാക്കിയെടുക്കാം. അതിനായി നമുക്ക് ചുക്ക് പൊടി, ബ്ലാക്ക് പെപ്പർ പൗഡറും ജാഗറിയും കോഫി പൗഡറും ആണ് യൂസ് ചെയ്യുന്നത്. ഈ കോഫി പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, നെസ്കഫെ ഗോൾഡിൻ്റെ. ആദ്യമേ ബെഡിലിരിക്കുന്ന ആൾക്ക് നമുക്ക് കൊടുത്തിട്ട് വരാം. എനിക്ക് കട്ടൻ ഭയങ്കര താല്പര്യമില്ല. അപ്പം ഞാൻ എനിക്ക് വേണ്ടി പാൽ ചായ ഉണ്ടാക്കിയാണ് കുടിക്കുന്നത്. കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയൊക്കെ എന്തെങ്കിലും കഫും കോൾഡും വരുമ്പോഴേ ഞാൻ കുടിക്കാറുള്ളൂ. പുറത്തേക്ക് നോക്കിയാൽ അറിയാം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കേർട്ടനൊക്കെ അടച്ചിടാം. എറിക്കിന് ഇന്ന് കിക്ക് ബോക്സിങ് ക്ലാസ് ഉണ്ട്. അപ്പം അവൻ്റെ ഫ്രണ്ട് അവനെ പിക്കപ്പ് ചെയ്യാൻ വന്നായിരുന്നു. അപ്പം അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് അവനിന്ന് പോകുന്നത്. എറിക്ക് വരുന്നത് വരെ എനിക്ക് കുറച്ച് മീ ടൈം കിട്ടി. അപ്പം ഞാനൊരു സീരീസ് ഇരുന്ന് കാണുവാണ്. പഴയ ഒരു സീരീസാണ്, പക്ഷെ ഞാനിപ്പോഴാണ് കാണുന്നത്. വന്നു കഴിഞ്ഞ് കിക്ക് ബോക്സിങ് കഴിഞ്ഞ് അവന് പിസ്സ ആണ് ഡിന്നർ ചോദിച്ചത്. നമ്മൾ പിസ്സ മേടിച്ചിട്ടുണ്ട്. വന്ന് ബോക്സിങ് ചെറുക്കൻ. എങ്ങനെയുണ്ടായിരുന്നു ബോക്സിങ് ക്ലാസ്? പിസ്സ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു എക്സൈറ്റിംഗ് തിങ്ങും കിട്ടി. നമ്മുടെ ഡോറിൽ ഡെലിവറി. ഇതാണ് എറിക്കിൻ്റെ ഏർലി സെൻറ്റർ ക്ലാസ് ഗിഫ്റ്റ്. ഇത് സെൻറ്റർ ക്ലാസ് അഡ്വാൻസ് ഗിഫ്റ്റ് അതിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെലിവറി വന്ന സാധനം. നവംബർ ആകുമ്പോഴത്തേക്കും കുറേ പരിപാടികൾ ഇവർക്കുണ്ട്. അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടാൻ കുറേ ചാൻസസ് ഇവർക്കുണ്ട്. നിതിൻ അൺഹെൽത്തി ആയിട്ട് തിന്നത്തില്ല. അപ്പം നിതിൻ കഞ്ഞിയാണ്. കഞ്ഞിക്ക് കഞ്ഞി. ഇതോടെ ഇന്നത്തെ വ്ലോഗ് എൻഡ് ചെയ്യാം. ഇനി ഞാൻ കുളിച്ച് ഫ്രഷായി ഉറങ്ങാനുള്ള കാര്യം നോക്കട്ടെ. ഇനി കാണാം നെക്സ്റ്റ് വ്ലോഗിൽ. ടിൽ ദെൻ ബൈ ബൈ.